ഈശോയേ 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നത് വരെ ഇനി നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്ന് മൂവ് ചെയ്യാതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇരിക്കുകയും പ്രാർത്ഥനയോടുകൂടെ വചനം ശ്രവിക്കുകയും ചെയ്യാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യസ് 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലത് കരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിന്റെ നീർച്ചാലായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയേ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയേ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയേ, നീ എന്നിൽ വചനം പ്രഘോഷിക്കണമേ. ഈശോയേ, നീ എന്നിൽ പ്രാർത്ഥിക്കണമേ. ഈശോയേ, നീ എന്നിൽ ആനന്ദിക്കണമേ. ഈശോയേ, നീ എന്നിൽ സൗഖ്യം നൽകണമേ. ഈശോയേ, നീ എന്നിൽ കുർബാനയാകണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ.
സുഖമാണോ? മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത് എന്ന് പരിശുദ്ധ അമ്മ ഒരു വൈദികന് നൽകിയ ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുനാമത്തെ കുറിച്ച് ഉള്ള നമ്മളുടെ ഈ വർഷത്തെ പഠനം തുടരുകയാണ്. നമ്മൾ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഈ വൈദികന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അമ്മ പറഞ്ഞു, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകണമെങ്കിൽ നീ നിന്റെ പദ്ധതികളെ ഈശോയുടെ പദ്ധതികളോടും നിന്റെ ആഗ്രഹങ്ങളെ ഈശോയുടെ ആഗ്രഹങ്ങളോടും നിന്റെ വികാരങ്ങളെ ഈശോയുടെ വികാരങ്ങളോടും ചേർത്ത് വെച്ച് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. എങ്കിലേ ഈശോയേന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാവുകയുള്ളൂ. ഹല്ലേലൂയ. ഈശോ തന്നെ പറഞ്ഞല്ലോ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് നമ്മൾ ഈശോയെന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന് ഒരു ബലിയർപ്പണം പോലെ സ്വീകാര്യമാകണമെങ്കിൽ എന്തു വേണം? നമ്മൾ നമ്മുടെ പദ്ധതികളെ ദൈവത്തിന്റെ ഈശോയുടെ പദ്ധതികളോട് ചേർത്ത് വയ്ക്കണം. എന്തൊക്കെയാണ് ഈശോയുടെ പദ്ധതികൾ എന്ന് നമ്മൾ ചില പദ്ധതികളെ നമ്മൾ ധ്യാനിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഈശോയുടെ പദ്ധതികൾ എന്ന് നമ്മൾ ധ്യാനിച്ചത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. കർത്താവിന്റെ പദ്ധതികളായിട്ട് നമ്മൾ ധ്യാനിച്ച കാര്യങ്ങളാണ്. ഒരു 7 പദ്ധതികൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമതായി, ലോകത്തെ പാപത്തിൽ നിന്ന് മോചിക്കണം. എ പ്ലാൻ ടു സേവ് ഹ്യൂമാനിറ്റി ഫ്രം സിൻ. ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്താണ്? പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പദ്ധതിയും എന്തായിരിക്കണം? നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും പാപത്തിൽ നിന്ന് മോചിതരാകണം എന്നാഗ്രഹിച്ചു വേണം ഈശോയെന്ന് വിളിക്കാൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോഴാണ് ഈശോയുടെ പദ്ധതിയും നമ്മുടെ പദ്ധതിയും ഒരേ ട്രാക്കിൽ പോവുകയുള്ളൂ. ഒരു പാപം ചെയ്യാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയെന്ന് വിളിച്ചാൽ അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥന ആവുകയില്ല. അപ്പോൾ പാപം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഇനി പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിച്ചു വേണം ഈശോയെന്ന് വിളിക്കാൻ. ഹല്ലേലൂയ. മദ്യപിക്കുന്നവര് ഇനി മദ്യപിക്കാൻ ഇടവരരുത് എന്നാഗ്രഹിച്ചു വേണം ഈശോയെന്ന്. കലഹിക്കുന്നവര് ഇനി അങ്ങനെ കലഹിക്കാനായിട്ട് ഇടവരരുത് എന്നുകൂടെ ആഗ്രഹിച്ച് ഈശോയെന്ന് വിളിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു, എ പ്ലാൻ ടു കോൺകർ ദ ഹാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി. ഈശോയുടെ ഒരു പദ്ധതി ഈ ദേശങ്ങള് രാജ്യങ്ങൾ കീഴടക്കുക എന്നുള്ളതല്ല, മനുഷ്യ ഹൃദയം കീഴടക്കുക എന്നതാണ്. ഈശോയ്ക്ക് എന്താണ് ആഗ്രഹം? മനുഷ്യ ഹൃദയം കീഴടക്കുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ നമ്മുടെ പദ്ധതി എന്താകണം? ഈശോ എന്റെ ഹൃദയത്തിൽ രാജാവായി വാഴണം. പേടിച്ച് നന്ദി പറയാം. ഈശോയുടെ പദ്ധതിയോട് ഞാൻ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്? ഈശോയുടെ പദ്ധതിയെ ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാണ്. എന്നിട്ട് എന്റെ ഹൃദയത്തിൽ ഈ ലോകത്തിലുള്ള വേറെ ആരുമല്ല രാജാവായി വാഴേണ്ടത്. ഞാനല്ല എന്റെ ഹൃദയത്തിൽ രാജാവായി വാഴേണ്ടത്. ചില ആളുകൾ പറയും, എന്റെ വീട്ടില് ഞാൻ പറയുന്നത് നടക്കും. അല്ല, എന്റെ വീട്ടിൽ ഞാൻ പറയുന്നതല്ല നടക്കേണ്ടത്. എന്റെ വീട്ടിൽ ആര് പറയുന്നതാണ് നടക്കേണ്ടത്?
എന്റെ ഹൃദയത്തില്, എന്റെ ജീവിതത്തിൽ എന്റെ കാര്യം ഞാൻ നോക്കും. എന്റെ കാര്യം, ചില ആളുകൾ പറയുന്നതല്ലേ, എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ചില മക്കള് മാതാപിതാക്കളോട് പറയുന്ന എന്റെ, അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് എന്നെ നീ നന്നാക്കാൻ നോക്കണ്ട, എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ചേച്ചിമാരുമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴേണ്ടത് ആരാണ്? ഈശോയാണ്. അതാണ് ഈശോയുടെ പദ്ധതി. അപ്പോൾ ഹൃദയത്തിൽ ഈശോ രാജാവായി വാഴണം എന്നാഗ്രഹിച്ചു വേണം ഈശോയെ എന്ന് വിളിക്കാൻ. മൂന്നാമതായി അവിടുത്തെ പദ്ധതിയാണ് പിശാചിനെ പരാജയപ്പെടുത്താനുള്ള പദ്ധതി. പിശാചിന് ഒരു രാജ്യമുണ്ട്, അല്ലേ? ഈശോ പറഞ്ഞില്ലേ, അവന്റെ രാജ്യം. ആരുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞത്? പിശാചിന്റെ രാജ്യം. അതായത് അവനൊരു രാജ്യം ഉണ്ട്. നമ്മൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപൃതരാകുമ്പോൾ തന്നെ നമുക്കെതിരെ ഒരു ശത്രു ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ ശത്രു? പിശാച് എന്ന് പറയുന്ന ശത്രു. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ പിശാച് എന്ത് ചെയ്യുന്നു? ചുറ്റി നടക്കുന്നു. എവിടെയെങ്കിലും കിടന്നുറങ്ങുകയല്ല, ചുറ്റി നടക്കുന്നു. ചുറ്റി നടക്കുമ്പോൾ എവിടെയൊക്കെ എത്തും? നമ്മുടെ വീട്ടിലും എത്തും. ഇപ്പൊ വീട്ടിലെത്തിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എവിടെ വരും? ഇവിടെ. നിങ്ങളെ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആവിലയിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഭർത്താവിനോട് സിംഹം വന്ന് ചോദിച്ചു, എന്തിയെന്ന് ചോദിച്ചു ചേച്ചി. അപ്പോ ഭർത്താവ് പറഞ്ഞു ആവിലയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേഗം ബസ് കയറി സിംഹം എവിടെ വരും? അപ്പോൾ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് സിംഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിംഹത്തെ, അത് വെറുതെ ഒരു സിംഹമല്ല, ശാന്തനായ സിംഹമെന്ന് അല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. വചനം പറയുകയാണ്, 1 പത്രോസ് 5:8-9 തിരുവചനം. അലറുന്ന സിംഹത്തെ പോലെയാണ്. എന്തിനു വേണ്ടിയാണ് അലറുന്നത്? താരാട്ട് പാട്ടി ഉറക്കാനാണോ? അല്ല, അലറുന്ന സിംഹത്തെ പോലെ. അപ്പോ ഈശോയുടെ പദ്ധതി എന്താണ്? പിശാചിനെ പരാജയപ്പെടുത്തുക എന്നത് ഈശോയുടെ പദ്ധതിയാണ്. നീ ആ പദ്ധതിയുമായി സഹകരിക്കുമോ? അല്ലെങ്കിൽ നീ പിശാചുമായി സഹകരിക്കുമോ? നീ ആരുമായിട്ടാണ് സഹകരിക്കുന്നത്? ഉറപ്പാണോ? ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഈശോയുമായി സഹകരിച്ച് പിശാചിനെ തോൽപ്പിക്കാൻ നീ തീരുമാനമെടുത്തിട്ട് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നു. നാലാമതായി, എ പ്ലാൻ ടു അട്രാക്ട് എവരിവൺ ടു ഹിസ് ഹാർട്ട്. ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത്, ഈശോ പറഞ്ഞില്ലേ, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32 തിരുവചനം. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. അപ്പോൾ ഈശോയുടെ പദ്ധതി എല്ലാവരും ഈശോയിലേക്ക് വരണമെന്നാണ്. നമ്മളുടെ പദ്ധതി എന്താണ്? എല്ലാവരും ഈശോയിലേക്ക് വരണമെന്നാണ്. അച്ഛൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരണമെന്ന് 2-3 ദിവസമായി അച്ഛന്റെ ഉള്ളിൽ ഒരു പ്രചോദനം കിട്ടുകയാണ്. അതായത്, നിങ്ങൾ രോഗസൗഖ്യ ആരാധനയ്ക്ക് നിങ്ങൾ പേരൊക്കെ എഴുതി കൊടുത്തു പലരുടെയും, അല്ലേ? അതുപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക, വീട്ടിൽ ചെന്നിട്ട്, എന്നിട്ട് ഇന്ന് വരെ നിങ്ങൾ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നവരുടെ പേരെഴുതുക. എണ്ണം പറഞ്ഞ് പേരെഴുതിയിട്ട് സ്റ്റോളിൽ ഏൽപ്പിക്കുക. ഏറ്റവും കൂടുതൽ പേരെഴുതിയിട്ടുള്ളവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഇരുന്ന് ചിരിക്കുകയാണ്. എല്ലാവരും ഈശോയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണമെന്ന്. അപ്പോൾ ഈശോയിലേക്ക് എല്ലാവരും ഈശോയിലെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ അതാണ് നാലാമത്തെ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ട് വേണം ഈശോയെ എന്ന് വിളിക്കാൻ. അപ്പൊ അത് ശരിക്കുമുള്ള യേശുനാമ പ്രാർത്ഥനയാകും. അപ്പൊ ഈശോ പറയാണ്, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എന്റെ നാമത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ പരിഭവം ഇതാണ്, ഞങ്ങൾ എത്രയോ പ്രാവശ്യം, 1000കണക്കിന് പ്രാവശ്യമാണ് ആവിലെ പോയി ഈശോയെ എന്ന് വിളിച്ചത്, പക്ഷെ അങ്ങക്കൊന്നും കിട്ടിയില്ല.
കിട്ടാത്തതിന്റെ കാരണം ഇവിടെ ഉണ്ട്. കിട്ടണമെന്നുണ്ടെങ്കിൽ ഈശോയേന്ന് വിളിക്കുന്നതിന്റെ കൂട്ടത്തില് ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനി അഞ്ചാമതായി കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത് എല്ലാവർക്കും പൂർണ്ണതയുള്ള സമൃദ്ധമായ ജീവൻ നൽകാനുള്ള പദ്ധതി. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ ഈശോയുടെ പദ്ധതി സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഉണ്ടാകാനുള്ള പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആ പദ്ധതിയോട് ചേർന്ന് നമ്മുടെ ഉള്ളിലും ഒരു ആഗ്രഹം നമുക്ക് വേണ്ടി ഉണ്ടാകണം. എനിക്ക് നിത്യജീവൻ നേടണം, എനിക്ക് നിത്യജീവൻ, എൻ്റെ മക്കള് നിത്യജീവൻ നേടണം എന്നൊരു ആഗ്രഹവും പദ്ധതിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉണ്ടാകണം, മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാകണം. അതാണ് 5. ആറാമത്തെ ഈശോയുടെ പദ്ധതിയാണ് എ പ്ലാൻ ഫോർ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പറുദീസയിലേക്ക്, നമുക്ക് നഷ്ടപ്പെട്ട ദൈവീക ഛായയും ദൈവീക സാദൃശ്യവും നമ്മളിൽ പുനർസ്ഥാപിക്കണം. ഈശോയുടെ തിരുമുഖം ഈശോ വെളിപ്പെടുത്തിയിട്ട് തിരുമുഖ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു വാഗ്ദാനം അതാണ്, നിങ്ങൾ തിരുമുഖത്തെ വണങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നഷ്ടപ്പെട്ട ആ ദൈവീക ഛായ, ദൈവീക സാദൃശ്യം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദൈവീക ഛായയിലേക്ക് പുനർസ്ഥാപിക്കപ്പെടണം. എല്ലാവരും പുനർസ്ഥാപിക്കപ്പെടണം. ഈ ഒരു പദ്ധതിയും ഈ ഒരു ആഗ്രഹവും, ഈ പദ്ധതി നമ്മുടെ പദ്ധതിയായി മാറണം. എങ്ങനെ എല്ലാവരും ദൈവീക ഛായയിലേക്ക്, സാദൃശ്യത്തിലേക്ക്, ആ പറുദീസയിലേക്ക് പുനർസ്ഥാപിക്കപ്പെടും എന്നത് നമ്മുടെയും കൂടി ഒരു പദ്ധതിയാകണം. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? ഹല്ലേലൂയ. ഇനി ഏഴാമതായി അവസാനമായി നമ്മൾ 7 പദ്ധതികളാണ് പറഞ്ഞത്. എ പ്ലാൻ ഫോർ റിക്കൺസിലിയേഷൻ. ഈശോയ്ക്ക് ഒരു പദ്ധതിയുണ്ട്, പിതാവായ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനുഷ്യ മക്കള് ദൈവവുമായി അനുരഞ്ജനപ്പെടണം. പാപം മൂലം വിച്ഛേദിക്കപ്പെട്ട ആ ബന്ധം വീണ്ടും ഈശോയിലൂടെ പുനർസ്ഥാപിക്കപ്പെടണം. അതായത് അനുരഞ്ജനപ്പെടണം, ദൈവവുമായി സമാധാനത്തിലായിരിക്കണം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അങ്ങനെ ദൈവവുമായി അനുരഞ്ജനപ്പെടുമ്പോഴാണ് പൂർണ്ണമായും ആ സമാധാനത്തിന്റെ ഫലം. നമ്മൾ ഈ ദിവസങ്ങളിൽ സെബാസ്റ്റ്യൻ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് സമാധാനത്തെ കുറിച്ചാണ്. ആ സമാധാനം എന്ന പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ നിറയണമെങ്കിൽ ഈ അനുരഞ്ജനമുണ്ടാകണം, ദൈവവുമായി അനുരഞ്ജനപ്പെടണം. ഇന്നത്തെ ക്ലാസ് സെബാസ്റ്റ്യന്റെ ക്ലാസ് അതിനെ കുറിച്ചായിരുന്നു. കുഴിമാടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഹൃദയം ആരുമായി അനുരഞ്ജനപ്പെട്ട് നിൽക്കുകയാണ്? ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് നിൽക്കാണ്. ദൈവവുമായി തല്ലുപിടിച്ചുകൊണ്ടല്ല കുഴിമാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ചില ആളുകൾ മരിക്കുമ്പോ ദൈവവുമായി തല്ലുപിടിക്കുകയും കലഹിക്കുകയും ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോ ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നതാണ് നിന്റെ സമാധാനത്തിന്റെ കാരണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 1-ാം ഘട്ടം എന്ന് പറയുന്നത് ഈശോയുടെ പദ്ധതികള് നമ്മുടെ പദ്ധതികളാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യേശുനാമം യഥാർത്ഥത്തിലുള്ള യേശുനാമമായി മാറുന്നത്. അപ്പൊ അത് കഴിഞ്ഞു, നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ റിവിഷനിലൂടെ കടന്നു പോവാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഈശോയ്ക്ക് ആഗ്രഹങ്ങളുണ്ട്. ആർക്കാഗ്രഹമുണ്ട്? ഈശോയ്ക്ക് ആഗ്രഹങ്ങളുണ്ട്. നമുക്കും എന്തുണ്ട്? ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ ആരുടെ ആഗ്രഹങ്ങൾ പോലെയാകണം? ഈശോയുടെ ആഗ്രഹങ്ങളാകണം. നമ്മുടെ ചിന്ന ആശ ഈശോയുടെ പെരിയ ആശയോട് ചേർന്ന് പോകണം. നമ്മൾ ഈശോയുടെ ഒന്നാമത്തെ ഒരാഗ്രഹം പറഞ്ഞതാണ്, ജനം തന്നെ അന്വേഷിക്കണമെന്നും തന്നെ കണ്ടെത്തണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്നു എല്ലാവരും രക്ഷ പ്രാപിക്കണം. നമ്മളും ആഗ്രഹിക്കുന്നു എല്ലാവരും അനുദപിക്കണം. ഈശോയുടെ ആഗ്രഹമാണ്. നമ്മുടെയും ആഗ്രഹം എന്താണ്? എല്ലാവരും അനുദപിക്കണം.
നമ്മളും അനുദപിക്കണം. നാലാമതായി നമ്മൾ പറഞ്ഞു ഈശോയുടെ ആഗ്രഹം നമ്മോടൊത്ത് വിരുന്നാസ്വദിക്കണം. നമ്മോടൊത്ത് വിരുന്നാസ്വദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കണം. അഞ്ചാമതായി ഈശോയുടെ ആഗ്രഹമാണ് നമ്മൾ വിജയം നേടണം. മൂന്നാമതായി ഈശോയുടെ ആഗ്രഹം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഏഴാമതായി ഈശോയുടെ ആഗ്രഹം നമ്മൾ നീതി പ്രവർത്തിക്കണം. എട്ടാമതായി ഈശോയുടെ ആഗ്രഹം നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. ഹല്ലേലൂയ. കൈയടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അവിടം വരെയാണ്, അത് അടക്കമാണ് നമ്മൾ തീർത്തത്. നമ്മൾ വിശുദ്ധരായി ജീവിക്കണം എന്നതിന്റെ അമ്മ ത്രേസ്യയുടെ വിശദീകരണങ്ങൾ. എന്താണ് വിശുദ്ധി? വെരി ഗുഡ്. ഈശോയുമായി ബന്ധത്തിലായിരിക്കുക എന്ന് പറയുന്നതാണ്. ഈശോയുമായി സ്നേഹത്തിൽ, സൗഹൃദത്തിലായിരിക്കുക എന്നതാണ് വിശുദ്ധി. അങ്ങനെയാണെങ്കിൽ ആർക്ക് വിശുദ്ധനായി തീരാൻ കഴിയും? എല്ലാവർക്കും വിശുദ്ധരായി തീരാൻ കഴിയും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒക്ടോബർ മാസം 19-ാം തീയതി വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു പോലീസുകാരന് വിശുദ്ധനായി തീരാൻ പറ്റുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതിലൊരു പോലീസുകാരനുണ്ടായിരുന്നു. 7 പേര് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ഇവരൊക്കെ കല്യാണം കഴിച്ച ആളുകളാണ്, 3 പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജോലി, അദ്ദേഹം പോലീസ് ഓഫീസർ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഉപദേശിയുടെ ജോലി കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ജോലിയൊക്കെ ചെയ്ത് അദ്ദേഹം കർത്താവിന്റെ തിരുസന്നിധിയില് വിശുദ്ധനായി ജീവിച്ചുകൊണ്ട് അദ്ദേഹം അൾത്താര വണക്കത്തിന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പറഞ്ഞു വരുന്നത്, സഭ ഇപ്പോൾ ഈ 2 മാസം കൊണ്ട്, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി 5 അൽമായരെയാണ് വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 2 പേര് കല്യാണം കഴിക്കാത്തവര്, 3 പേര് കല്യാണം കഴിച്ചവര്. അപ്പോൾ 5 അൽമായരെ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് തരുന്ന വലിയ സന്ദേശം ഇതാണ്: നമുക്കെല്ലാവർക്കും ഈശോയുമായി സൗഹൃദത്തിലാണെങ്കിൽ നമുക്കും വിശുദ്ധരായി തീരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുമായിട്ടുള്ള ഈ സൗഹൃദം എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ആ ടോപ്പിക്ക് അവസാനിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? ഈശോ നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കുന്ന സ്നേഹിതനാണ് എന്ന്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുറവുകളെ ഈശോ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, എന്തൊരാശ്വാസം! എനിക്ക് എന്ത് കുറവുണ്ടെങ്കിലും അതാരേറ്റെടുക്കും? എനിക്ക് എന്റെ ചിന്തയിൽ കുറവുണ്ട്, ആരേറ്റെടുത്തോളും? എന്റെ സംഭാഷണത്തിൽ കുറവുണ്ട്, ആരേറ്റെടുക്കും? അപ്പോൾ ഈശോ എന്റെ എല്ലാ മേഖലകളിലും, എന്റെ മാനസിക ആരോഗ്യത്തിന് എനിക്ക് കുറവുണ്ട്, ആര് പരിഹരിക്കും? എന്റെ ശരീരത്തിന്റെ ആരോഗ്യക്കുറവ് ആര് പരിഹരിക്കും? എന്റെ ജ്ഞാനത്തിന്, എനിക്ക് അറിവിന് കുറവുണ്ട്, ആര് പരിഹരിക്കും? എനിക്ക് സ്നേഹത്തിന്, വിശ്വാസത്തിന്, പ്രത്യാശയ്ക്ക് കുറവുണ്ട്, ആര് പരിഹരിക്കും? വരൂല്ലേ? നിങ്ങൾക്ക് കുറവില്ലാത്തോണ്ടാണോ? സ്വരത്തിന് മാത്രം കുറവുള്ളോ? ആര് പരിഹരിക്കും? കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അങ്ങനെ എല്ലാ കുറവും ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ഒരു കൂട്ടുകാരനാണ് ആര്? അപ്പോൾ നമ്മൾ എന്ത് വേണം? ആ കൂട്ടുകാരനോട് ചേർന്ന്, ആ കൂട്ടുകാരന് നമ്മുമായിട്ട് സൗഹൃദത്തിൽ ആഴപ്പെടണം. അങ്ങനെ ഒരു കൂട്ടുകാരനെ നമ്മൾ കിട്ടിയിട്ട് കൈവിട്ട് കളയരുത്. അച്ഛാ, എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയതാണ്, കൈവിട്ടു പോയി. എങ്ങനെയാണ് കൈവിട്ടു പോയത്? ഞാൻ ഒരു ദിവസം കള്ളു കുടിച്ചിട്ട് വായെ തോന്നിയതൊക്കെ പറഞ്ഞു, അങ്ങനെ കൈവിട്ടു പോയി. ആര്? അവള്. അങ്ങനെ കൈവിട്ട് കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ, പ്രിയപ്പെട്ടവരെ, പുതിയൊരു ടോപ്പിക്ക് തുടങ്ങാണ്. ശ്രദ്ധിക്കുക, വളരെ നമുക്കിഷ്ടമില്ലാത്ത ഒരു ടോപ്പിക്കാണ്.
നമ്മൾ തുടങ്ങുന്നത്. ഈശോയുടെ ഒരു ആഗ്രഹം എന്താണെന്നറിയാവോ? നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൂട്ടിത്തരണം, അപ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. ഈശോയുടെ ആഗ്രഹമാണ് നമ്മൾ എന്ത് ചെയ്യണം? ആത്മപരിത്യാഗം ചെയ്യണം. നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു സ്വാഭാവിക പ്രകൃതി, തിയോളജിക്കലായിട്ട് അതിനിങ്ങനെ പറയും, ഫോളൻ നേച്ചർ എന്ന് പറയും. വീണുപോയ മനുഷ്യപ്രകൃതിയുടെ ഒരാഗ്രഹം എന്താണ്? സുഖിച്ച് ജീവിക്കണം എന്നതാണ്, അല്ലേ? സുഖിച്ച് ജീവിക്കണം. ഇപ്പൊ നമ്മൾ ചോദിക്കും, നമ്മൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കും, തിന്നാനല്ലേ ഭക്ഷണം, അല്ലേ? തിന്നാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇത് കളയാനാണ്. അപ്പൊ അത് കഴിക്കണം. എന്ത് കഴിക്കണം? ഇപ്പൊ ഈ ഷവർമയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്നാനല്ലേ? ഐസ്ക്രീം ഒക്കെ ആളുകൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കഴിക്കാനല്ലേ? കർത്താവ് ഇതൊക്കെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കഴിക്കാനല്ലേ? അപ്പൊ തിന്നാനല്ലേ ഭക്ഷണം? പിന്നെ നമ്മൾ പറയും, കാണാനല്ലേ കാഴ്ച? ഈ കഷ്ടപ്പെട്ട് സിനിമയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് കാണാനല്ലേ കാഴ്ചകൾ. ഇപ്പൊ അവിടെ പൂ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനല്ലേ? അപ്പോൾ കാണാനാണ് വെള്ളച്ചാട്ടമുള്ളത്, നമുക്ക് കാണാനല്ലേ? അല്ലെങ്കിൽ അവിടെ ബീച്ച് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് പോകാനല്ലേ? അപ്പൊ കാണാനല്ലേ കാഴ്ച? അപ്പൊ തിന്നാനല്ലേ ഭക്ഷണം, കാണാനല്ലേ കാഴ്ച, പിന്നെ കിടക്കാനല്ലേ കട്ടില്. അപ്പോ ഈ കട്ടിൽ ഇങ്ങനെ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് ഒരാളും. അപ്പോ കിടക്കാനല്ലേ കട്ടില്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കിടക്കണം. ഹല്ലേലൂയ. പിന്നെ ഉടുക്കാനല്ലേ വസ്ത്രം. ഈ കണ്ട തുണിക്കടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പഴയത് ഉടുത്ത് നടക്കാൻ വേണ്ടിയാണോ? അപ്പോ ഉടുക്കാനല്ലേ. പിന്നെ ധരിക്കാനല്ലേ ആഭരണം. ഈ സ്വർണ്ണക്കട മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിങ്ങനെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ആകർഷിക്കാൻ വേണ്ടി. അപ്പോ ഇതൊക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്വാഭാവിക പ്രകൃതി എന്താണ്? ഈ ലോകത്തിലുള്ള സുഖങ്ങൾ, പിന്നെ സ്ഥലം കാണുമ്പോ, നല്ല സ്ഥലം കാണുമ്പോ കയ്യിൽ കാശുണ്ട്, സ്ഥലമുണ്ട്, ഇത് മേടിക്കാനല്ലേ കർത്താവ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം മേടിക്കണം. പിന്നെ സ്ഥാനമാനങ്ങള്, ബഹുമാനങ്ങള്, നമുക്ക് മത്സരിക്കാൻ വേണ്ടിയല്ലേ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്? നമുക്ക് MLA MP ആയില്ലെങ്കിലും പഞ്ചായത്തിൽ ഒരു മെമ്പറെങ്കിലും ഇതേ വരുന്നുണ്ട്, അടുത്ത മാസം തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്ഥാനമാനങ്ങൾ വേണം. പിന്നെ പറയുന്ന പോലെ കുടിക്കാനല്ലേ ജ്യൂസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫോളൻ നേച്ചർ, വീണുപോയ സ്വാഭാവിക മനുഷ്യപ്രകൃതിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അതെ. അപ്പോൾ ഈ സ്വാഭാവിക പ്രകൃതിയെ അതിജീവിക്കാൻ വേണ്ടി ഈശോ പറയാണ്, നീ നിന്നെ തന്നെ പരിത്യജിക്കണം. ഒന്ന്, നീ ഈ ലോകത്തിലുള്ള സമ്പത്ത് പരിത്യജിക്കണം. രണ്ട്, ഈ ലോകത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള അമിതമായ താല്പര്യങ്ങള്, ബന്ധങ്ങള് ഉപേക്ഷിക്കണം. അതായത് എന്നേക്കാൾ ഉപരി ആവരുതെന്ന്. അപ്പോൾ അതിന്റെ ഒരു 3 വചനങ്ങൾ പറഞ്ഞ്, ഇതൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്. ആത്മപരിത്യാഗത്തിന്റെ ബൈബിള് പഠിപ്പിക്കുന്ന ഒരു 13 വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. 1-2 ആഴ്ചകൾ എടുക്കും, തിരക്കൊന്നും പിടിക്കണ്ട. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പരിത്യാഗം ചെയ്യേണ്ടതെന്ന് അമ്മ ത്രേസ്യ ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. അമ്മ ത്രേസ്യ കോൺവെന്റില് ഈശോയോട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വീട്ടിലുള്ള ജീവിതത്തെ എന്ത് ചെയ്തു? പരിത്യാഗം ചെയ്തു. വീട്ടില് നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വീടാണ്, നമുക്കറിയാം. അമ്മ ത്രേസ്യ അത് വേണ്ടെന്ന് വെച്ചിട്ട് സൗകര്യങ്ങൾ കുറവുള്ള കോൺവെന്റിലേക്ക് ഓടി. അതിനെ എന്താണ് വിളിക്കുന്നത്? ആത്മപരിത്യാഗം എന്നാണ് വിളിക്കുന്നത്. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമുക്ക് പരിചയമുള്ള ഏറ്റവും ധനവാനായിട്ടുള്ള ഒരു
വിശുദ്ധനാണ്. നമുക്ക് നല്ല പരിചയമുള്ള ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. നമുക്കറിയാം, പട്ടുവ്യാപാരിയായിരുന്ന അപ്പന്റെ വീട്ടില് പട്ടുവസ്ത്രം, നേരത്തെ പറഞ്ഞതുപോലെ ഉടുക്കാനല്ലേ ഈ പട്ടുവസ്ത്രങ്ങൾ മുഴുവന് വീട്ടിലിരിക്കുന്നത് എന്ന് ചോദിക്കാതെ ആ പട്ടുവസ്ത്രം ഊരി മാറ്റിയിട്ട് ചാക്ക് വസ്ത്രം ഉടുത്തു. അതിനെ പറയുന്ന പേരാണ് ആത്മപരിത്യാഗമെന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ അതുപോലെ തന്നെ കൊച്ചുദ്രേശ്യ പുണ്യവാളത്തി വീട്ടിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരുന്ന വീടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീടിന്റെ ആ സമൃദ്ധിയൊക്കെ ഉപേക്ഷിച്ച് മിണ്ടാമഠത്തിൽ ചേർന്നു. അതുപോലെ വളരെ ധനവാനായിട്ടുള്ളൊരു സെയിന്റ് ആയിരുന്നു. വീട്ടിൽ നല്ല കാശുണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ തോമസ് അക്വീനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ. നിങ്ങൾ ചരിത്രം പിന്നീട് പഠിച്ചാൽ മതി. ഇങ്ങനെ ഇദ്ദേഹം സെമിനാരി ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങള് അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. നീ ഇവിടെ നിന്ന് വെറുതെ ജീവിതം കളയണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത് വിശുദ്ധ തോമസ് അക്വീനാസ്. നമുക്ക് പരിചയമുള്ള ഒരു പേരാണ് വിശുദ്ധ നിക്കോളാസ്. സാന്താക്ലോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ചരിത്രമുള്ള വിശുദ്ധ നിക്കോളാസ് എന്ന് പറയുന്ന അദ്ദേഹം വലിയ ധനവാനായിരുന്നു. അദ്ദേഹത്തിന്റെ പണം മുഴുവനും അദ്ദേഹം ദരിദ്രർക്ക് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ക്രിസ്മസ് പാപ്പയായിട്ട്, സാന്താക്ലോസ് ആയിട്ട് നമ്മൾ ആദരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഏത് വിശുദ്ധരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഈ ആത്മപരിത്യാഗത്തിന്റെ പല തലങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസാമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, വിലമതിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനുമുള്ള എന്റെ മ്ലേച്ഛമായ ആഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്താണ് ആഗ്രഹം? വിലമതിക്കപ്പെടാൻ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം എന്താണ്? വിലമതിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. വിലമതിക്കപ്പെടാൻ അൽഫോൻസാമയുടെ വളരെ മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്നാണത്. വിലമതിക്കപ്പെടാനും, ഒന്ന് പറഞ്ഞേ, ബഹുമാനിക്കപ്പെടാനുമുള്ള എന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മെ ഒരാള് വഴക്ക് പറയുമ്പോൾ നമ്മൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആകുന്നത്? നമ്മൾ വിലമതിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, വിലമതിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനുമുള്ള എന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ആരംഭിക്കാം. അതായത് ഈ ആത്മപരിത്യാഗം എന്ന് പറയുന്ന ഈ പുണ്യം നമ്മുടെ അനുദിന ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പുണ്യമാണ്. ഈ പുണ്യം നമ്മെ ഈ ജീവിതത്തെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പുണ്യമാണ്. ഹല്ലേലൂയ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ മല കയറാൻ പോകുമ്പോൾ, ആത്മീയ ജീവിതം എന്താണ്? ഒരു മല കയറ്റമാണ്. അസെൻഡിങ് ഓഫ് ദ മൗണ്ട് കാർമൽ എന്നാണ് അതിനെ പറയുന്നത്. കർമ്മല മലയേറ്റം, അതായത് ഒരു പർവ്വതത്തിലേക്ക് ഒരു മല കയറ്റമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ മല കയറാൻ പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകും? നമ്മൾ മല കയറാൻ പോവാണ്. മല കയറാൻ പോകുമ്പോ വീട്ടിലുള്ളതെല്ലാം കെട്ടിപ്പെറുക്കി കൊണ്ടുപോവോ? ഉച്ചക്കുള്ള ചോറ്, വൈകുന്നേരം കിടക്കാനുള്ള കട്ടില് എല്ലാം തോളത്ത് കയറ്റിയിട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ല, പരമാവധി എത്ര കുറച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കുറച്ച്. ഭാരം കൂടുന്തോറും നമുക്ക് മല കയറാനുള്ള സാധ്യത എന്ത് പറ്റും? നമ്മുടെ മല കയറുന്നതിനുള്ള വേഗം കുറയും. ഹല്ലേലൂയ. അപ്പൊ ഒരു വടിയെടുക്കും, അല്ലേ, വേഗത കൂട്ടാൻ വടിയെടുക്കുക. ആ വടി എന്ന് പറയുന്നത് കുരിശാണ്. അപ്പോൾ ഈശോ പറയുന്ന ഒന്നാമത്തെ വചനം നമുക്ക് എടുക്കാം. ബൈബിൾ എടുത്തോ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനങ്ങളിൽ തന്നെ പരിത്യാഗം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന വചനമാണ്. വായിക്കാം. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത്
എന്നെ അനുഗമിക്കട്ടെ. അടുത്തതും കൂടി വായിച്ചോ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോ തന്നെ പരിത്യജിക്കാൻ പറയുക മാത്രമല്ല, പരിത്യജിച്ചാൽ ഒരു പ്രോമിസ് കൂടെ അതിന്റെ കൂടെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിത്യജിച്ചാൽ നിങ്ങൾ ആ പരിത്യജിക്കുന്ന ജീവൻ 100 ഇരട്ടിയായിട്ട് കണ്ടെത്തുമെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ പലതും പരിത്യജിച്ച് കർത്താവിന്റെ അടുത്തിരിക്കുന്ന ഈ സമയം അല്ലേ, കർത്താവിന് വേണ്ടി നമ്മൾ സമയം പരിത്യജിച്ചിരിക്കുകയാണ്. ഈ സമയം നമ്മൾ 100 ഇരട്ടിയായിട്ട് കർത്താവ് പറയാണ് കണ്ടെത്തുമെന്ന് പറയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ ആ വചനം ഒന്ന് ആവർത്തിച്ച് പറയാം. വലതുകരം ഒരു വീശിക്കൊണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇരുകരങ്ങളും എടുത്ത് വീശിക്കൊണ്ട് പറയാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു അർത്ഥമുണ്ട് അതിന്. നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അത് നമ്മൾ അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാണ്. ഈശോ പറഞ്ഞ മറ്റൊരു കാര്യം, അപ്പോൾ ഒന്ന് തന്നെ തന്നെ പരിചയിക്കുക. നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ ഇഷ്ടങ്ങള്, നിന്റെ പദ്ധതികള്. ചിലപ്പോ നമ്മുടെ ഒരു പദ്ധതിയാണ് അയാൾക്കിട്ടൊരു പണി കൊടുക്കണം. നമുക്ക് എതിരെ ഒരാള് തിന്മ ചെയ്തു, അച്ഛാ അയാൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു പണി കൊടുക്കും. അച്ഛനെതിര് പറയരുത്. അതാരുടെ പദ്ധതിയാണ്? തന്റെ തന്നെ പദ്ധതിയാണ്. ഈശോ പറയാണ് തന്നെ തന്നെ പരിത്യജിക്കുക, നമ്മുടെ ആഗ്രഹങ്ങള് പരിത്യജിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതൊരു വശത്ത്. രണ്ടാമതായിട്ട് ഈശോ പറയാണ്, ഈ ലോകത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് ഈശോ ഒരു പ്രമാണം തരികയാണ്. 19-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാമത്തെ തിരുവചനം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാമത്തെ തിരുവചനം വായിക്കാം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ആ വചനം ഒന്ന് പറഞ്ഞു പഠിക്കാം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലെ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന ഒരു അന്തോണിയുണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന നൊവേന ചൊല്ലുന്ന സെന്റ് ആന്റണി അല്ല, അത് പാതുവായിലെ വിശുദ്ധ അന്തോണിയാണ്. ഈജിപ്തിലെ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലെ പിതാവുണ്ട്. അദ്ദേഹവും ഇതുപോലെ ഭയങ്കര ധനവാനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം തനിക്കുള്ളതെല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് മരുഭൂമിയിലേക്ക് പോയിട്ട് മരുഭൂമിയില് ഒരു താപസ ജീവിതം നയിച്ച് ഈജിപ്തിലെ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന ഒരു വലിയ താപസനായിട്ട്, താപസ ജീവിതത്തിന്റെ ഒക്കെ ഒരു പിതാവായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോ പറഞ്ഞ ഈ കാര്യം അക്ഷരാർത്ഥത്തിൽ ചെയ്യുകയും വിശുദ്ധരായി തീരുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. മനസ്സിൽ വെക്കുക, ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ വസ്തുക്കളെ അമിതമായി താല്പര്യപ്പെട്ട് അതിനെ ചേർത്ത് വയ്ക്കരുത്. സമ്പത്തിനെ നീ പരിത്യജിക്കുക. 2. 3.
അതിന് ആ കാറ്റഗറി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഇപ്പോ അങ്ങനെ പോകുന്നു എന്നുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഇത് വ്യാഖ്യാനിച്ച് വരുമ്പോൾ നല്ല രസമുള്ള കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കാവുന്ന വിധത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ കർത്താവ് ഇത് നിങ്ങളെ നമുക്ക് ഇത് പറഞ്ഞു തരും. മൂന്നാമതായിട്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതലുള്ള തിരുവചനം, 37 മുതൽ 39 വരെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 39 വരെ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. വായിച്ചോ. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നമുക്ക് ഈ സെഷനിൽ ആദ്യത്തെ 37 മാത്രം മതി. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ, എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഹല്ലേലൂയ. വളരെ പ്രായോഗികമായ ഒരു ഉദാഹരണം അച്ഛൻ പറയാം. അതായത് ഒരു സഹോദരി വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അച്ഛൻ പറഞ്ഞു, ചേച്ചിക്ക് ഒരാഴ്ചത്തെ ഒരു ധ്യാനത്തിന് പോയിക്കൂടെ? ഒരാഴ്ച, കുറെ നാളായാലും ധ്യാനത്തിനൊക്കെ പോയിട്ട്, ഒരാഴ്ച ഒരു താമസിച്ചുള്ള ഒരു ധ്യാനത്തിന് പോയിക്കോ. ഇവിടെ അടുത്ത് മക്കിയാട് ധ്യാന കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ പട്ടാരം ധ്യാന കേന്ദ്രമുണ്ട്, നമ്മുടെ മൗണ്ട് കാർമൽ പേരാവൂർ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രമുണ്ട്. കുറച്ച് ദിവസം പോയി ധ്യാനം കൂടും. അപ്പൊ ചേച്ചി പറയാണ്, അജു അച്ഛ ധ്യാനത്തിന് പോകാൻ പറ്റില്ല, കൊച്ചു വീട്ടിലുണ്ടെന്നോ. അപ്പൊ അച്ഛൻ ചോദിച്ചു, കൊച്ചിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? കൊച്ചിന് 20 വയസ്സ്. അപ്പൊ കൊച്ചു വീട്ടിലുള്ളത് കൊണ്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, വേണ്ടേ? ഉച്ചക്ക് ചോറുണ്ടാക്കി കൊടുക്കണം. ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ കൊച്ചു വേറൊരാള് ഉണ്ടാക്കി കൊടുത്താൽ കൊച്ച് കഴിക്കുക. അപ്പൊ വൈകുന്നേരം കൊച്ചിന് ഭക്ഷണം കൊടുക്കണം. 20 വയസ്സുള്ള കൊച്ച്, ഡിഗ്രി പഠിച്ചിട്ട് വെക്കേഷന് വേണ്ടി വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിനോട് എങ്ങനെയെങ്കിലും ഒരാഴ്ച ഭക്ഷണം, ഇപ്പൊ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കും. അമ്മയുടെ യൂട്രസിൽ മുഴ വന്നു കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ പെട്ടെന്ന് നോക്കി, 12 മണി, ഡോക്ടറെ നിർത്ത്, ഞാൻ കൊച്ചിന് ചോറ് കൊടുത്തിട്ട് വരാമെന്ന് പറയൂല്ലല്ലോ. പറയോ? അവിടെ കിടക്കില്ലേ? അപ്പൊ കൊച്ചിന് ചോറ് എങ്ങനെ കഴിക്കും? പ്രിയപ്പെട്ടവരെ, വേണോന്ന് വെച്ചാൽ വേരിലും കായ്ക്കും. പറഞ്ഞു വരുന്നത്, ചില അറ്റാച്ച്മെന്റുകള് അപ്പൊ ധ്യാനത്തിന് പോവുക എന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ അമ്മയ്ക്ക് കൊച്ചിന് ചോറെടുത്ത് കൊടുക്കുക എന്നുള്ളത്. എവിടെയെങ്കിലും ഒക്കെ ക്ലിക്ക് ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ അയ്യോ അച്ഛ ഞായറാഴ്ച കുർബാനക്ക് പോകാൻ പറ്റുന്നില്ല, എന്താണ്? പശുവുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്, റബ്ബറുണ്ട്, തോട്ടമുണ്ട്, അങ്ങനെ പലതും ഉള്ളത് കൊണ്ട് ധ്യാനത്തിന് പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവരാജ്യത്തിന് ഇതൊക്കെ വേണ്ടേ? വേണം. നീ ദൈവരാജ്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നാണ് ഈശോ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6:33, നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വചനം അച്ഛൻ എങ്ങനെ കിട്ടി? ഒരു എഴുത്തുകാരന്റെ ഒരു വാക്കാണ്. ഞാൻ ഒരു തരത്തിലും, ജോനാഥൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു തിയോളജിയാണ്, അദ്ദേഹം പറഞ്ഞ ഒരു സൂക്തം എങ്ങനെയാണ്? ഞാൻ ഒരു തരത്തിലും എന്റേതല്ല, പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് ആത്മപരിത്യാഗം.
നമ്മളതൊന്ന് പറഞ്ഞ് പഠിക്കുന്നത് നല്ലതാണ്. ഒന്ന് പറഞ്ഞ, ഞാൻ ഒരു തരത്തിലും എന്റേതല്ല, പൂർണ്ണമായും ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് ആത്മപരിത്യാഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന പലതിനേക്കാളും വില മറ്റു പലതിനൊക്കെ കൊടുക്കുന്ന ചില കഥകള് നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോളയാടുള്ള സിബി അച്ഛന്റെ, ഞങ്ങളുടെ സഭയിലുള്ള സിബി അച്ഛന്റെ അമ്മിച്ചി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് 82-83 വയസ്സുള്ള അമ്മിച്ച. ഈ അമ്മച്ചി ഒരു കഥ പറഞ്ഞു. അച്ഛ തലശ്ശേരി, അമ്മച്ചി പത്രം വായിച്ച കഥയാണ്, അച്ഛൻ വായിച്ചിട്ടുണ്ടായില്ല. തലശ്ശേരിയില് ഒരു അമ്മ ജനിച്ച 6 ദിവസം കഴിഞ്ഞ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. നിങ്ങൾ വായിച്ചോ? 6 ദിവസമായ കുഞ്ഞിനെ ഈ അമ്മ കൊന്നുകളഞ്ഞത് അവളുടെ കാമുകൻ അവളോട് പറഞ്ഞു, ആ കുഞ്ഞിനെ നീ കളഞ്ഞാക്ക് എന്ന് പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ തലശ്ശേരിയില് ഒരമ്മ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അതിന്റെ ഒരു വാർത്തയാണ്. എപ്പോഴത്തെ വാർത്തയാണെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോ ഈ അമ്മ പറയാണ്, ആ കുഞ്ഞിനെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ വളർത്തിയാനല്ല. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിനെ നമ്മൾ പറയും, അമ്മയ്ക്ക് കുഞ്ഞിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? പക്ഷേ ഇവിടെ നോക്കിയേ, ഈ കുഞ്ഞിനേക്കാൾ വലുതായിരുന്നു ആ അമ്മയ്ക്ക് അമ്മയുടെ ഒരു തെറ്റായ ഒരു ശരീരത്തിന്റെ സുഖത്തിന് അന്വേഷിച്ചുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. തന്റെ ഭർത്താവിൽ നിന്ന് പിറന്ന കുഞ്ഞിനെ അവള് നഷ്ടപ്പെടുത്തി കളയാണ്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആത്മപരിത്യാഗത്തെ കുറിച്ച് പറയുന്നത്. എന്നെ തന്നെ ഉപേക്ഷിക്കുക, സ്വയം പരിത്യജിക്കുക എന്നൊക്കെ പറയുന്നതിന് എത്രയോ വിലയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതായത് സ്വന്തം സ്വാർത്ഥതകളിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നമ്മുടെ മനസാക്ഷിയെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയെയാണ് ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. അച്ഛൻ ആവർത്തിക്കാം, സ്വന്തം സ്വാർത്ഥതകളിൽ നിന്ന്, സ്വന്തം സ്വാർത്ഥതകളുടെ പദ്ധതികളിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് ഈ മനസാക്ഷിയെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. നമ്മുടെ മനസാക്ഷി എപ്പോഴും നമ്മുടെ സുഖം തേടുന്ന ഒരു മനസാക്ഷിയാണ്. ഇതിൽ നിന്ന് നമ്മുടെ മനസാക്ഷിയെ ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് ഈശോയുടെ ആ 3 പ്രലോഭനങ്ങളെ നോക്കുക. ഈശോയുടെ പ്രലോഭനങ്ങൾ മുഴുവൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള പ്രലോഭനമായിരുന്നു. കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനം. നീ വിശന്നൊന്നും ഇരിക്കണ്ട, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ തിന്നോ. അതാണ് കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനം. ദൈവത്തിന്റെ പദ്ധതി ഒന്നും നീ നോക്കണ്ട. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. ആത്മപരിത്യാഗമാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശന്നിരിക്കുമ്പോൾ ഇത്തിരി അപ്പം കഴിക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷെ ഈശോ പറയാണ്, ഇവിടെ കർത്താവിന്റെ വചനം മതി. രണ്ടാമത്തെ പ്രലോഭനം, നീ നിന്റെ തന്നെ വഴികളിലൂടെ ഇതാ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. ആളുകളൊക്കെ നിന്നിൽ ഒറ്റയടിക്ക് വിശ്വസിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ഈ മുകളിൽ നിന്ന് ചാടുന്നതും മാലാഖമാര് വന്ന് നിന്നെ താങ്ങി നിർത്തുന്നതും കാണുമ്പോൾ നീ പിന്നെ രാജാവായി, നേതാവായി, പിന്നെ നീ കുരിശ് വഹിക്കാനും പോണ്ട, കുരിശിൽ മരിക്കാനും പോണ്ട, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലോകം നിന്റെ പിറകെ വരും. അതിനുവേണ്ടിയല്ലേ നീ വന്നത്? അപ്പൊ ഈശോ പറയുകയാണ്, കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട്, ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് എനിക്കൊന്നും നേടണ്ട, ഒരാളെയും എനിക്ക് നേടണ്ട, ആളുകൾ എനിക്ക് പുല്ലാണ്. എനിക്ക് പ്രധാനപ്പെട്ടത് ആരാണ്? ദൈവമാണ്, ദൈവത്തിന്റെ വഴിയാണ്, ആളുകളുടെ വഴിയല്ല. മൂന്നാമത്തെ പ്രലോഭനം എന്താണ്?
അപ്പോൾ ഈശോ തന്നെ തന്നെ പരിത്യജിക്കുന്നു. ആളുകളെ, വ്യക്തികളെ കർത്താവിന് മുകളിലല്ല, അവരൊക്കെ കർത്താവിന് താഴെയാണ്. ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു തെറ്റുപറ്റി. എന്താണ്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ശരി, ആ റിലേഷൻഷിപ്പിൽ എനിക്ക് ചില പാപകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ശരി, ഇപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ പോയിരിക്കുകയാണ്. ശരി, ഇപ്പോൾ എനിക്ക് വേറൊരു അഫയർ ഉണ്ട്. ശരി, പക്ഷെ എനിക്ക് ആദ്യത്തെ ആള് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം. കുഞ്ഞെ, നിന്റെ വഴികൾ. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനോട് മടങ്ങി വരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇടുന്നുണ്ട്. ആദ്യത്തെ ആൾ ഇവളെ പറ്റിച്ച് വേറൊരാളുടെ കൂടെ പോയൊക്കെയാണ്. എന്നിട്ട് അവൻ മടങ്ങി വരണം, അതോടൊപ്പം വേറൊരാൾ ഇവളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ ആത്മപരിത്യാഗം പിശാച് നിന്നോട് പറയുകയാണ്, നീ ദൈവത്തിന്റെ പദ്ധതികളെ ഒന്നും നോക്കണ്ട, നീ നിന്റെ തന്നെ പദ്ധതികളെ നോക്കി നടക്കുക. മൂന്നാമതായി, ലോകത്തിലെ സമ്പത്ത് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് ആരാധിച്ചാ മതി, ഇത് മുഴുവൻ തരാം. ഈശോ പറഞ്ഞു, എനിക്ക് അതൊന്നും വേണ്ട, ഈ ലോകത്തിൽ അധികാരവും വേണ്ട, സമ്പത്തും വേണ്ട, എനിക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇതാ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ഞാൻ ആരാധിക്കുകയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആത്മപരിത്യാഗത്തിന്റെ വഴി എന്ന് പറയുന്നത്. അതായത് ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ നമ്മോട് പറയുന്നതിന് മുമ്പ് ഈശോ അത് നമ്മെ കാണിച്ചു തരികയാണ്. നീ ക്രിസ്തുവിനെ മാതൃകയാക്കിയാൽ മതി ആത്മപരിത്യാഗം ചെയ്യാൻ. നീ ആരെ മാതൃകയാക്കിയാൽ മതി? ഈശോയെ മാതൃകയാക്കിയാൽ മതി. നമ്മൾ ആരെ പോലെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഈശോയെ പോലെയാണ്. ആത്മപരിത്യാഗത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ നമ്മൾ ഈശോയെ പോലെയാവുകയില്ല. കൈയടിച്ച് നന്ദി പറയാം. നമ്മൾ ആത്മപരിത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാതെ ഈശോയെ പോലെ ആവുകയില്ല. കാരണം ഈശോയുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ആത്മപരിത്യാഗത്തിന്റെ ജീവിതമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ വായിച്ചു. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അവൻ ദൈവത്തിന്റെ രൂപത്തിലാണ്. അവന്റെ ചുറ്റും മാലാഖമാരുണ്ട്, അവന്റെ ചുറ്റും സ്വർഗമുണ്ട്. സ്വർഗത്തില് അവൻ മഹിമയിലാണ്. ഈ മഹിമയിലായിരിക്കുന്ന ഈ സാഹചര്യത്തില് ഈശോ പറയുകയാണ്, ഈ പ്രതാപം മുഴുവൻ ഞാനിതാ മാറ്റിവെക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഈശോ തന്റെ സ്വർഗം ഉപേക്ഷിക്കുകയാണ്, തന്റെ മഹത്വം ഉപേക്ഷിക്കുകയാണ്, തന്റെ അധികാരം ഉപേക്ഷിക്കുകയാണ്, തന്റെ പ്രതാപം ഉപേക്ഷിക്കുകയാണ്. തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മഹിമ ഉപേക്ഷിച്ചിട്ട് ഈശോ എന്ത് ചെയ്തു? തന്നെ തന്നെ ശൂന്യനാക്കി, ഒന്നുമില്ലാത്തവനാക്കി, ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. കൈയടിച്ച് നന്ദി പറയാം. എല്ലാറ്റിന്റെയും ഉടയവനായവൻ, ആകാശത്തിന്റെ, ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടയവനായവൻ ഒരു ദാസനായി, മനുഷ്യന്റെ ദാസനായി, മനുഷ്യനായി എന്ന് മാത്രമല്ല മനുഷ്യന്റെ ദാസനായി അവൻ കാണപ്പെട്ടു, ശൂന്യനാക്കി. പരിത്യാഗമാണ്. എന്നിട്ട് തുടർന്ന് വായിച്ച്, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അത് കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു. മനുഷ്യനായി തീർന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോ ഈശോയ്ക്ക് എന്തുണ്ട്? ജീവനുണ്ട്, അല്ലേ? പക്ഷെ ഈ ഭൂമി വിട്ട് കുരിശിൽ കിടക്കുമ്പോ ഈശോയ്ക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? ജീവൻ പോലും നഷ്ടപ്പെടുകയാണ്. ഇനി അവന്റെ കണ്ണിന് കാഴ്ചയില്ല,
കാതിന് കേൾവിയില്ല, ഇനി അവന് ശബ്ദമില്ല, ഹൃദയമിടിപ്പില്ല, ഒന്നുമില്ല, പ്രിയപ്പെട്ടവരില്ല, ശ്വാസമില്ല. കാഴ്ച വേണ്ടെന്ന് വെച്ചു, കേൾവി വേണ്ടെന്ന് വെച്ചു, കൈ കാലുകൾക്ക് ചലനമില്ല, ഹൃദയമിടിപ്പില്ല, ശ്വാസമില്ല. ഒന്നുമില്ലാത്തവനായവൻ മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഈശോ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 22-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മള് ഈശോയുടെ ജീവിത ആരംഭം മുതൽ അവസാനം വരെ ആത്മപരിത്യാഗത്തിന്റെ ജീവിതമായിരുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആത്മപരിത്യാഗത്തിന്റെ ജീവിതമായിരുന്നു. അവൾ എന്താണ് പറഞ്ഞത്? അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, യൗസേപ്പ് പിതാവിന് പദ്ധതി ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഞാൻ പുരുഷനെ ഇനി ഭാവിയിൽ അറിയാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, ഒരമ്മയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ കന്യാത്വം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവകുമാരന്റെ അമ്മയായി മാറുന്നവളുടെ ഒരു പരിചാരികയാകാനാണ് എന്റെ ആഗ്രഹം. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആയിരുന്നു അവളുടെ പദ്ധതി. അവൾ എന്ത് ചെയ്തു? ആ പദ്ധതി മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്തു. സ്വന്തം പദ്ധതിയെ ത്യാഗം ചെയ്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ യൗസേപ്പ് പിതാവിനും പദ്ധതി ഉണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിന് പദ്ധതി ഉണ്ടായിരുന്നു, മറിയത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പദ്ധതി. യൗസേപ്പ് പിതാവ് ആ പദ്ധതിയെ ത്യാഗം ചെയ്തു. ഈശോ ദൈവം പറഞ്ഞു കൊടുത്ത പദ്ധതി സ്വീകരിച്ചു. ആത്മപരിത്യാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മപരിത്യാഗത്തിന്റെ 13 ബിബ്ലിക്കൽ വേസ് പറയാൻ പോവാണ്. ആത്മപരിത്യാഗത്തിന്റെ ഒരു 13 ജീവിതവുമായി ബന്ധപ്പെട്ട്, അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു 13 കാര്യങ്ങൾ. ഒന്നാമതായി, നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഇത് 13 അവകാശങ്ങളാണ്. ഈ 13 അവകാശങ്ങളെ നമ്മൾ പരിത്യജിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി, പ്രതികാരം ചെയ്യാനുള്ള അവകാശം നമ്മൾ ഉപേക്ഷിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ഏതവകാശമാണ് ഉപേക്ഷിക്കുന്നത്? എന്താണെന്ന് അച്ഛൻ വചനം വായിച്ചതിന് ശേഷം പറഞ്ഞു തരാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ വായിക്കാം. ഓർക്ക വായിച്ചോ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന 6-7 മാസമൊക്കെ ആയി അവള്, ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ അമ്മായിയമ്മ എനിക്ക് കഞ്ഞിവെള്ളം എടുത്തു തരയില്ലെന്ന്.
അമ്മായിയമ്മ കഞ്ഞിവെള്ളം എനിക്ക് എടുത്ത്, അതായത് ഒന്നും എടുത്ത് തരില്ല. ഒരു കാര്യത്തിന്, ഞാൻ ഈ പ്രഗ്നൻസി പീരീഡിലാണ്, എനിക്ക് വൊമിറ്റിങ് ഇപ്പോഴും പ്രയാസമുണ്ട്, വളരെ ഭയങ്കര ഗ്യാസാണ്, അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ഒരു കാര്യത്തിന്, ഒരു മുട്ടു സൂചിക്ക് സഹായം ചെയ്തു തരാൻ. അപ്പൊ അച്ഛൻ ഈ അമ്മായിയമ്മനോട് ചോദിച്ചു, ചേച്ചിക്ക് ഒന്ന് സഹായിച്ചൂടെ? എന്റെ പട്ടി സഹായിക്കും. അവള് അതിന് അറിയട്ടെ നമ്മുടെ വില എന്താണെന്ന് അവള് അറിയട്ടെ. ഇത്രയും നാൾ അവള് തുള്ളിച്ചാടി നടന്നപ്പോ, പ്രഗ്നന്റ് ആവണേല് മുമ്പേ തുള്ളിച്ചാടി നടന്നപ്പോ നമ്മൾ എന്നും ഒരു വിലയും ഉണ്ടായിരുന്നില്ല, ഒന്നും മൈൻഡ് ആക്കാതെ നടന്നതല്ലേ. ഇപ്പൊ അവൾക്ക് നമ്മുടെ ആവശ്യം വന്നു, നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവള് ശരിക്കൊന്ന് അറിയട്ടെ. നിങ്ങൾ ഇപ്പൊ ആരുടെ ഭാഗത്താണ്? നിങ്ങൾ ഏത് പാർട്ടിയിലാണ് ഇപ്പൊ? സംശയമുണ്ടല്ലേ? അവൾ അറിയട്ടെ. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയില്ലേ, പ്രതികാരം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? അവകാശം. അവൾ അറിയട്ടെ, അവള് പഠിക്കട്ടെ എന്ന് മുതിർന്നവര്. എന്നാലും അങ്ങനെ ചെയ്യാവോ എന്ന് ചെറുപ്പക്കാര്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമുക്ക് തോന്നും നമുക്ക് പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടെന്ന്. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ, വേറെ ഉദാഹരണങ്ങളുണ്ട്, ഇടയ്ക്കിടക്ക് പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഈ അവകാശത്തെ നീ എന്ത് ചെയ്യണം? ഈ വചനം നമ്മോട് പറയുകയാണ്, നിന്റെ നീ ശത്രുവിനെ അന്വേഷിച്ച് ജയിലിലൊന്നും പോണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. പ്രതികാരം നീ ചെയ്യരുത്. ആത്മപരിത്യാഗമുള്ള ഒരു വ്യക്തിക്ക് തന്നോട് ചെയ്ത ക്രൂരതകള് മറക്കാൻ പറ്റുകയുള്ളൂ. അതാണ് സന്ദേശം. നമ്മളെ തന്നെ ഇരുന്നാൽ നമ്മളോട് മറ്റുള്ളവര് ചെയ്ത ക്രൂരതകളെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. ചില ആളുകൾ പറയാം, മറക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളോട് തന്നെ അത്രയും സ്നേഹമാണ്, പൊറുക്കാൻ പറ്റുന്നില്ല. അപ്പോ മറക്കാനും പൊറുക്കാനും പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, തന്നെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ അനുഭവങ്ങള്, നിന്റെ ഓർമ്മകള് പരിത്യജിക്കുക. ചില ആളുകൾ ഇങ്ങനെ കാത്തിരിക്കും. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ ജീവിതത്തില് അവസാന കാലഘട്ടത്തില് അദ്ദേഹത്തിനൊരു ദുരനുഭവം ഉണ്ടായതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സന്യാസിയെ ചില തെറ്റായ ജീവിത രീതികളെ കുറിച്ച് ശാസിച്ചു. മോനെ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നീ ആ തെറ്റിലേക്ക് പോവരുത് എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചു. അതിനുശേഷം കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ രോഗിയായി, 49-ാമത്തെ വയസ്സില് രോഗിയായി രോഗശൈലി കിടക്കുമ്പോ നേരത്തെ ശാസിച്ച ആളാണ് ഇപ്പോ സുപ്പീരിയർ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാള് പ്രതികാര നടപടികൾ ചെയ്തിട്ട് ഈ വിശുദ്ധനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എഴുത്തുകുത്ത് നടത്തുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ പരിത്യജിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തില് മറ്റുള്ളവര് നമ്മളോട് പണ്ട് ചെയ്ത അപരാധങ്ങളുടെ ഭാരം എന്തെങ്കിലും നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയാണ്, അത് നീ ഇപ്പൊ ഉപേക്ഷിക്കാൻ, നിന്നെ തന്നെ പരിത്യജിക്കാൻ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. ഇനി 2 അതുകൂടെ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം. എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്ക് ഒരു അവകാശമുണ്ട്. എന്താണ് അവകാശം? നമുക്ക് കറണ്ട് ഉള്ളിടത്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എന്ത് വേണം? കറണ്ട് വേണം. പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എന്ത് വേണം? വെള്ളം വേണം, ഇല്ലേ? പിന്നെ കിടക്കാൻ എന്ത് വേണം? ഒരു ചെറിയ വീടെങ്കിലും കിടക്കാനുള്ള, അല്ലെ, അടിസ്ഥാന ആവശ്യങ്ങള് നമുക്ക് കറണ്ട് വേണം, വെള്ളം വേണം. ഫാൻ ഇല്ലേലും കുഴപ്പമില്ല, കറണ്ട് ഉണ്ടായാൽ മതി. കറണ്ട് വേണം, വെള്ളം വേണം, കിടക്കാൻ ഒരു സ്ഥലം വേണം.
ഇതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. നല്ല വെള്ളം വേണം, അല്ലെങ്കിൽ നല്ല മുറി വേണം. ഇങ്ങനെയുള്ള നമ്മുടെ സൗകര്യങ്ങളോട്, അതിന്റെ കുറച്ചും കൂടെ കൂടുതലുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഈശോ പറഞ്ഞ വചനം ഒന്ന് ശ്രദ്ധിച്ച്, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 57-ും 58-ഉം തിരുവചനങ്ങൾ. അവർ പോകുമ്പഴേ ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ആർക്കാണ് തലചായ്ക്കാൻ ഇടമില്ലാത്തത്? ദൈവപുത്രന്. സ്വർഗത്തിലായിരുന്നവന്, എല്ലാം സൃഷ്ടിച്ചവന്, എല്ലാം മെനഞ്ഞവന്, എല്ലാം രൂപപ്പെടുത്തിയവന്, ഈ ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങൾക്കും ജീവൻ കൊടുത്തവന് തലചായ്ക്കാൻ ഇടമില്ലാതെയായത് എങ്ങനെയാണ്? അതവൻ ആ അവകാശം അവൻ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയ്ക്ക് കിട്ടാതിരുന്നത് കൊണ്ടല്ല, അവൻ നമുക്ക് വേണ്ടി അത് ഉപേക്ഷിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, ഗാന്ധിജി വസ്ത്രമില്ലാതെ ഷർട്ടിടാതെ നടന്നത് ഗാന്ധിജിക്ക് ഷർട്ട് ഇല്ലാതിരുന്നത് കൊണ്ടല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരു ഷർട്ട് ധരിക്കാൻ പറ്റുന്നതുവരെ ഞാൻ ഒരു ഷർട്ട് ഇടുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ്. ഈശോ നമുക്ക് വേണ്ടി, നമുക്ക് തലചായ്ക്കാൻ സ്വർഗത്തിൽ ഒരു ഭവനം തീർക്കുന്നത് വരെ എനിക്ക് ഈ ഭൂമിയിൽ തലചായ്ക്കാൻ ഒരിടം വേണ്ട എന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവന് തലചായ്ക്കാൻ ഇടമില്ലാതെയായത്. അപ്പോ ഈശോ എന്ത് ചെയ്തു? തനിക്ക് തലചായ്ക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം അവൻ ഉപേക്ഷിച്ചു. മദർ തെരേസയ്ക്ക് നല്ല സുഖജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം അവൾ ആദ്യം ജീവിച്ച കോൺവെന്റിൽ ഉണ്ടായിരുന്നു. അധ്യാപികയായിട്ട് ജീവിക്കുക, കോൺവെന്റിലെ സുഖ സൗകര്യങ്ങളോടുകൂടെ താമസിക്കുക. അത് വേണ്ട എന്ന് വെച്ച് ഒരു 5 രൂപയും കയ്യിൽ പിടിച്ച് കൽക്കട്ടയുടെ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് സൗകര്യങ്ങളോടുകൂടെ ജീവിക്കാനുള്ള അവകാശം അവൾ ഉപേക്ഷിക്കുകയായിരുന്നു. മൊളോക്കോ ദ്വീപിലേക്ക് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ അദ്ദേഹത്തിന് തലചായ്ക്കാൻ ഒരു മാവിൻ ചുവട്ടിൽ ഒരു കട്ടില്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു കുഴപ്പവുമില്ലാത്ത സ്ഥലത്ത് ജീവിക്കാനുള്ള ഒരു അവകാശം ഉപേക്ഷിച്ചിട്ടാണ് ഒരു കൂര പോലും ഇല്ലാത്ത ഇടത്തേക്ക് ഈ മനുഷ്യൻ യാത്ര ചെയ്തത്. ഫ്രാൻസിസ് അസീസിക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അലയുന്നവനായി, ദൈവത്തിന്റെ നിസ്വനായിട്ട് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്, പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് പരിത്യാഗം ചെയ്യുമ്പോ, നമുക്ക് എത്ര വില കൂടിയ ഭക്ഷണം നമ്മുടെ കയ്യിൽ കാശുണ്ട്, എത്ര വില കൂടിയ ഭക്ഷണം അത് ആവശ്യമില്ലാത്തതാണെങ്കിലും മേടിക്കാൻ നമുക്ക് എന്തുണ്ട്? ഒരു അവകാശമുണ്ട്, കയ്യിലിരിക്കുന്ന കാശല്ലേ. പക്ഷേ അത് വേണ്ട എന്ന് വെക്കുമ്പോ അതിലൊരു ആത്മപരിത്യാഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അപ്രകാരമുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ കർത്താവ് തരും. മിഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അച്ഛൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്ത സ്ഥലമാണ്. കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലമാണ്. കുളിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ വെള്ളമുള്ള സ്ഥലത്തെത്തും. വെള്ളമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ബക്കറ്റുമായി പോവുകയാണ്. ബക്കറ്റുമായി പോയിട്ട് കപ്പും കൊണ്ടുപോകുന്നുണ്ട്. നദിയാണെന്നാണ് പറഞ്ഞത്. നദിയിൽ കുളിക്കാൻ പോയപ്പോ കൂടെ വന്ന ആൾ ഒരു ബക്കറ്റും കപ്പും എടുത്തു. അപ്പൊ അച്ഛന് മനസ്സിൽ ചിരി വന്നു. നദിയിൽ കുളിക്കാൻ പോകുന്നതിന് ബക്കറ്റിന്റെയും കപ്പിന്റെയും ആവശ്യമുണ്ട്.
അച്ഛൻ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നീന്തി കുളിക്കുന്നത്. അച്ഛനൊരു ക്രേസാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോ എടുത്തു ചാടുമ്പോ തല കല്ലിൽ മുട്ടാതെ നോക്കണം എന്നൊക്കെ വിചാരിച്ച് നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ കൂടെ നടന്ന ആള് പറഞ്ഞു, അച്ഛൻ നദി എത്തി എന്ന് പറഞ്ഞു. അച്ഛൻ താഴേക്ക് നോക്കി, കാണുന്നില്ലല്ലോ. അവനൊരു കുഴി കാണിച്ചിട്ട് അവിടെ അതിലേക്ക് വരുന്ന വെള്ളം കാണിച്ചു തന്നു. ഇതാണ് നദി. ഒരു ചെറിയ അരുവി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ തിരിച്ച വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം വന്നിട്ട് ഒരു കുഴിയിൽ വന്ന് വീഴും. ആ കുഴിയിൽ നിന്ന് ഈ ബക്കറ്റിലേക്ക് ഈ കപ്പ് വെച്ച് വെള്ളം കോരി എടുക്കും. എന്നിട്ട് അവിടെ മാറി നിന്ന് ഈ വെള്ളം കോരി കുളിക്കണം. അതാണ് കുളി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ സൗകര്യങ്ങളോടും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്, ആ അവകാശം ഉപേക്ഷിക്കാൻ നീ തയ്യാറുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങള് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നീ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? കർത്താവ് ക്ഷണിക്കുകയാണ്. ആത്മപരിത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ പോലെയാകും. നമ്മൾ പറയുകയാണ്, നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കർത്താവിന്റെ ജീവിതത്തെയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ജീവിതത്തെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിപ്പോ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈശോയുടെ ജീവിതത്തെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മപരിത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഈശോയെ പോലെയാകും. ഈശോയെ പോലെ ആകുന്നില്ല എങ്കിൽ ജീവിതം പാഴാണ്. പ്രൈസ് ദി ലോർഡ്. കടുപ്പമാണോ പറയുന്നത്? കേൾക്കാൻ സുഖമുണ്ടോ? ജീവിക്കാൻ എളുപ്പമാണോ? അല്ല. നമുക്ക് ഇപ്പൊ കേട്ട ഇന്ന് ഈ 1 മണിക്കൂറിലധികം നേരം നമ്മൾ ആത്മപരിത്യാഗത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ, അതിന്റെ വഴികൾ വളരെ സാവധാനമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ണുകൾ അടച്ച്, കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പരിത്യാഗത്തിന്റെ മേഖലകളെ കൂടുതലായി, കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വ്യക്തമായി ഈശോയെ നീ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴത്തിൽ പതിയുന്ന രീതിയിൽ ആത്മപരിത്യാഗത്തിന്റെ പാഠങ്ങൾ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ക്രൂശിതനായ അങ്ങേ പോലെയാകാൻ, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസരൂപമെടുത്ത ഈശോയെ, കുരിശുമരണത്തോളം അനുസരണയുള്ളവനായിരുന്നവനെ, നീ ഉയർത്തപ്പെട്ടതുപോലെ ഉയർത്തപ്പെടാൻ, നീ താഴ്ത്തപ്പെട്ടതുപോലെ, നീ താഴ്ന്നതുപോലെ താഴാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.